അത് ബാപ്പയേക്കാൾ മൂന്നിരട്ടിയിൽ വേണ്ടതാ. പ്രസ്തുത ഹദീസ് ഇതിലേക്ക് കൈ ചൂണ്ടുന്നതാ. അതിനുള്ള കാരണം തന്നെയും പലതുള്ളതാ. ചിലത് ഇബ്നു ബത്വാൽ എന്നവർ പറയുന്നതാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കും ആശാകേന്ദ്രവും അവൾ തന്നെ. ഇഹലോകത്താദ്യം പരിചയം ഇരുമാറാ. അതുപോലെ തന്നെ കുടിച്ചതും ആച്ചാറാ. സുബ്ഹാന റബ്ബി, നോക്ക് നീ കുതിരത്തുകൾ. വരവിൻ്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്കൊക്കെയും. അവരൊക്കെയും മൗത്തായിരുന്നാൽ പിന്നെയും മൗത്തിൻ്റെ ശേഷം മാർഗമതിനെന്തെന്ന് നബിയോടൊരാൾ ചോദിച്ചുടൻ പറയുന്നേ, നീ റബ്ബിനോട് അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. കൃപ ചെയ്യണേ എന്നും അവർക്ക് നീ തേടണം. എനിക്കുള്ള ശൈശവത്തിൽ അവർ കൃപ ചെയ്തതാ. അതുപോലെ ഇലാഹി നീ അവർക്കും വേണ്ടതാ. തൗസിയത്തുണ്ടെങ്കിൽ അതും നടപ്പാക്കണം. അവർക്കുള്ള ബന്ധുക്കൾക്ക് നീ ഗുണം ചെയ്യണം. അതുപോലെ തന്നെ അവർക്കുള്ള സ്നേഹിതരെന്ന് കണ്ടാൽ അവർക്കും നൽകണം ഗുണമെന്ന്. അതുമാത്രമല്ല, നീ കാട്ടണം അവരോട് ബഹുമാനവും സന്തോഷവും അലിവോട്. ഇവയൊക്കെയും അവർക്കുള്ള മൗത്തിൽ പിന്നെ ചെയ്താൽ അവർക്ക് നീ ചെയ്ത രീതിയിൽ തന്നെ.